ഹോംവർക്കിൻ്റെ കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത ഹോംവർക്കിൻ്റെ ആൻസറോട് കൂടി ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് നമ്മുടെ x1 ആണ്, ഇത് x2 ആണ്, ഇത് x3 ആണ്. ആദ്യം x2 ൽ x1 കുറയ്ക്കണം. അപ്പം x2 - x1 = 4 പ്ലസ് ഇങ്ങനെ എത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. 4 പ്ലസ് √2 മൈനസ് വരുമ്പോൾ ബ്രാക്കറ്റ് കൊടുത്തിട്ട് 2 പ്ലസ് √2 കൊടുക്കും. മൈനസ് കഴിഞ്ഞാൽ അടുത്ത ടൈം എഴുതുമ്പോൾ നമ്മൾ ബ്രാക്കറ്റിനകത്ത് എഴുതാൻ പാടുള്ളൂ. ഇനി അടുത്ത വരിയിൽ എന്ത് ചെയ്യണം? ബ്രാക്കറ്റിനെ ഓപ്പൺ ചെയ്യണം. അപ്പം 4 പ്ലസ് √2 മൈനസ് കൊണ്ട് 2നെ ഗുണിക്കുമ്പോൾ -2, മൈനസ് കൊണ്ട് പ്ലസ് 2നെ ഗുണിക്കുമ്പോൾ പ്ലസ് ഇൻറ്റു മൈനസ് എന്താണ്? മൈനസ് ആണ്. അപ്പം -√2. ഇതിനകത്ത് പ്ലസ് √2 മൈനസ് √2 എന്ത് ചെയ്യും? വെട്ടിപ്പോവും. ബാക്കി 4ൽ നിന്ന് 2 കുറയ്ക്കുന്ന ഭാഗം ആൻസർ 2 എന്ന് കിട്ടും. അടുത്തത് കുറച്ചോളൂ. അടുത്ത ഏതാ? x3 - x2. അതേതാണ്? 6 പ്ലസ് √2 മൈനസ് ബ്രാക്കറ്റിൽ 4 പ്ലസ് √2. അപ്പോൾ അതെങ്ങനെ എഴുതാം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 6 അധികം √2 മൈനസ് ഓപ്പൺ ചെയ്യുമ്പോൾ -4ഉം -√2 വരും. അവിടെയും വെട്ടിപ്പോവും. 6 - 4 വരും, 2 വരും. therefore AP. രണ്ട് ആൻസറും സെയിം ആണല്ലോ, അതുകൊണ്ട് AP ആണ്. അതാണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 2√2 4√2 6√2. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലോ. ആദ്യം 4√2 മൈനസ് 2√2 ആണ്. അപ്പം 4ൽ നിന്ന് 2 മാത്രം കുറച്ചാൽ √2 കോമൺ ആണ്. 4 - 2 4√2 നിന്ന് 2√2 പോയാൽ പിന്നെ വരുന്നത് 4 - 2 ഇൻറ്റു √2 എന്ന് പറഞ്ഞാൽ 2√2 ആണ്. അടുത്ത 6√2 മൈനസ് 4√2. അതിനെ നമുക്ക് 6 - 4 ഇൻറ്റു √2 എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ അതും എത്ര തന്നെ വരും? 2√2. therefore AP ആണ്. AP ആണ്. പൊതുവ്യത്യാസം തുല്യമായിട്ടല്ലേ വരുന്നത്, അതുകൊണ്ട് AP ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. 2 പ്ലസ് √2 കോമ 2 പ്ലസ് 2√2 കോമ 2 പ്ലസ് 4√2 എക്സെട്ര. അപ്പം ആദ്യം 2 പ്ലസ് 2√2 നിന്ന് മൈനസ് കൊടുക്കും, ബ്രാക്കറ്റ് കൊടുക്കും, 2 പ്ലസ് √2 കുറയും. അപ്പം 2 പ്ലസ് 2√2 മൈനസ് 2 മൈനസ് √2. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അറിയാമല്ലോ ചെയ്യാൻ. ഇതിനകത്ത് ഏതെങ്കിലും വെട്ടാനുണ്ടോ? ഉണ്ട്. 2ൽ നിന്ന് 2 പോയി. പിന്നെ 2√2 നിന്ന് 1√2 പോയാൽ ബാലൻസ് വെറും √2 ബാലൻസ് അല്ലേ? 2√2 നിന്ന് 1√2 പോകണം. അല്ലെങ്കിൽ അത് നമുക്ക് ഒന്നുകൂടെ വ്യക്തമാക്കി പറയുകയാണെങ്കിൽ √2 കോമൺ ആണ്. 2 - 1 ഇൻറ്റു √2 എന്ന് വരും. 2 - 1 ഇൻറ്റു √2 എന്ന് പറഞ്ഞാൽ 1√2 എന്ന് പറഞ്ഞാൽ √2 ആണ് അവിടെ ആൻസർ വരുന്നത്. ഇനി അതുപോലെ അടുത്ത് കുറയ്ക്കാം. 2 പ്ലസ് 4√2 മൈനസ് കൊടുത്തു, 2 പ്ലസ് 2√2. അതും ഇതുപോലെ ചെയ്യാൻ പറ്റും. 2 പ്ലസ് 4√2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ -2 മൈനസ് 2√2. 2ൽ നിന്ന് 2 പോയി. ബാക്കിയുള്ള നോക്ക്. 4 - 4√2 മൈനസ് 2√2. അത് നമ്മൾ നേരത്തെ ചെയ്ത സംഭവമാണല്ലോ അല്ലേ? നേരത്തെ ചെയ്ത സംഭവമല്ലേ? അപ്പം 4 - 2 എടുത്തിട്ട് √2 കോമൺ കൊടുക്കാം. അപ്പം 4ൽ നിന്ന് 2 പോയാൽ ബാക്കി 2√2. ഇവിടെ ഡിസ്റ്റൻസ് ഈക്വൽ അല്ലല്ലോ. ആദ്യം കിട്ടിയ ഡിസ്റ്റൻസ് √2 ആണ്, പിന്നെ കിട്ടിയ ഡിസ്റ്റൻസ് 2√2 ആണ്. അപ്പം ഡിഫറൻസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ വ്യത്യാസം തുല്യമല്ല. therefore not AP. AP അല്ല. നോട്ട് AP അല്ല. രണ്ട് വ്യത്യാസം തുല്യമല്ല. ഇവിടെ √2 ആണ്, ഇവിടെ 2√2 ആണ്. അതുകൊണ്ട് AP അല്ല. അടുത്ത ക്വസ്റ്റ്യൻ ഒരെണ്ണം കൂടെ ഉള്ളൂ, അത് നോക്കാം. 5/3 കോമ 8/3 കോമ 11/3. ആദ്യം 8/3 നിന്ന് 5/3 കുറയും. 8ൽ നിന്ന് 5 3 കോമൺ ആണല്ലോ, രണ്ട് സെയിം ആണല്ലോ. 8ൽ നിന്ന് 5 പോയാൽ 3 3/3 എന്ന് പറഞ്ഞാൽ 1. അടുത്ത 11/8 11/3 മൈനസ് 8/3 അല്ലയോ? 11/3 നിന്ന് 8/3 കുറയ്ക്കും. അപ്പോൾ 3 കോമൺ ആണ് അവിടെ. 11 - 8 എടുക്കുമ്പോൾ അതും 3/3 ഈസ് ഈക്വൽ ടു 1.
therefore AP ആണ്. രണ്ട് വ്യത്യാസം തുല്യമാണല്ലോ, therefore AP ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഹോംവർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. A, B, C കണ്ടിന്യൂസ് ടേംസ് ആണ്, അതല്ലേ പറഞ്ഞത്. അപ്പം നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് x1, ഇത് x2, ഇത് x3. അപ്പം ആദ്യം x2 നിന്ന് x1 കുറയ്ക്കുന്ന ആൻസറും x3 നിന്നും x2 കുറയ്ക്കുന്ന ആൻസർ ഈക്വൽ ആണെന്ന് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. x2 ആരാ? ബിയിൽ നിന്ന് എയെ കുറയ്ക്കും, x3 സിയിൽ നിന്ന് ബിയെ കുറയ്ക്കും. ഇനി ടേംസ് ഒരു ബി അല്ല ഒരു ഭാഗത്ത് കൊണ്ടുവരാം. ഇവിടെ ബി ഉണ്ട്, അപ്പുറത്ത് മൈനസ് ബി ഇപ്പുറം വരുമ്പോൾ പ്ലസ് ബി ആവും. ഇവിടെ സി ഉണ്ട്, ഈ മൈനസ് എ അപ്പുറം പോകുമ്പോൾ പ്ലസ് എ ആവും. ബി അധികം ബി 2b, സി അധികം എ പ്ലസ് സി എന്നും എഴുതാൻ പറ്റും. ദെൻ ബി ഈസ് ഈക്വൽ ടു എ പ്ലസ് സി ബൈ 2. അത്രയേ ഉള്ളൂ. ഇതൊരു പ്രധാനപ്പെട്ട നിയമമാണ്. 3 ടേംസ് തന്നിട്ട് x1 x2 ഡാഷ് കൊടുത്ത് x3 ഈ ഡാഷ് ഉള്ള x2 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? x2 കണ്ടുപിടിക്കണമെങ്കിൽ x1 x3 കൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. അതൊരു സിമ്പിൾ നിയമമാണ്, അത് ഓർത്ത് വെച്ചോളണം. ഇനിയുള്ള കണക്കുകളിൽ നമുക്ക് ആവശ്യമുണ്ട്. നടുക്കുള്ള ടൈം കാണണമെങ്കിൽ പിന്നിലും മുൻപിലുള്ള ആഡ് ചെയ്ത് കണ്ടുകൊണ്ട് വായിച്ചാൽ മതി. ഓക്കെ, അതെ. പേജ് നമ്പർ 19 ക്വസ്റ്റ്യൻ നമ്പർ 5 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പേജ് നമ്പർ 19 ക്വസ്റ്റ്യൻ നമ്പർ 5 സ്റ്റാർട്ട് ചെയ്യുന്നത്. 4 ചെയ്തില്ല, ഞാൻ വരച്ചതിന് ശേഷമാണ് ശ്രദ്ധിക്കുക. 4 ഇത് കഴിഞ്ഞിട്ട് 4 ചെയ്യും. അപ്പോൾ 3 ക്വസ്റ്റ്യൻ നമുക്ക് ഇതിനകത്ത് ബാലൻസ് ഉണ്ട്, അത് ശ്രദ്ധിക്കുക. ഇവിടെ കുത്തനെയുള്ള വരകളെല്ലാം ഈക്വൽ സ്പേസ് ആണ്. ആ ഫസ്റ്റ് ലൈനിൽ ഫസ്റ്റ് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് പിന്നെല്ലാം ഈക്വൽ സ്പേസ് ആണ്. അത് ഞാൻ എക്സ് എന്നാണ് കൊടുത്തേക്കുന്നത്. ഈ കുത്തനെയുള്ള വരകൾ JK, HI, FG, DE, BC ഇത്രയും വരകൾ, അവയുടെ നീളങ്ങൾ അരിത്തമെറ്റിക് സീക്വൻസിൽ സമാന്തര ശ്രേണിയിലാണെന്ന് പ്രൂവ് ചെയ്യണം. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പടത്തിനെ നമ്മൾ കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ് ആക്കാൻ വേണ്ടി ട്രയാങ്കിൾ പൊസിഷനിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം കെയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ലൈൻ നമ്മളിങ്ങനെ വരയ്ക്കും. കണ്ടോ, ഇത് M എന്ന് കൊടുക്കും. ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കും N കൊടുക്കും, ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കും O കൊടുക്കും, ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കും P കൊടുക്കും. അപ്പോൾ നമുക്ക് 1, 2, 3, 4 ട്രയാങ്കിൾസ് കിട്ടും. ഇത് 4 ഒരേ അളവിലുള്ള ട്രയാങ്കിൾസ് ആണ്. അത് 2 എണ്ണം പ്രൂവ് ചെയ്യാം, അതുപോലെയാണ് ബാക്കിയുള്ളത്. ഇവിടെ x ആകുമ്പോൾ ഇതും എന്തായിരിക്കും? x. ഇവിടെ x ആകുമ്പോൾ ഇവിടെ x, ഇവിടെ x. ഇത് നമ്മൾ പഠിക്കുന്നതിന് നമ്മളെ ഒരു ചെറിയൊരു തീരം അറിയാണ്ട്, ഇത് പലരോട് ചോദിക്കുമ്പോൾ ആർക്കും അറിയാൻ പാടില്ലാത്തൊരു നിയമമാണ്. അതായത് ഇത് വളരെ സിമ്പിളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായൊരു നിയമമാണ്. നിങ്ങൾക്ക് അറിയാം, പക്ഷേ നിങ്ങൾ പെട്ടെന്ന് ഓർക്കത്തില്ല. 2 പാരലൽ ലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുമ്പോൾ ഒരേ ഭാഗത്ത് വരുന്ന ആംഗിൾ, ഇതിനെ വിളിക്കുന്ന പേര് എന്താണ്? ഇതിനെ വിളിക്കുന്ന പേര് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്നല്ലേ, സമാന കോണുകൾ എന്നല്ലേ. 2 സമാന്തര വരകളെ ഒരു വര, ഈ കട്ട് ചെയ്യുന്ന വരയുടെ പേര് ട്രാൻസ്വേഴ്സൽ എന്നാണ്. ആ ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്താൽ, ഛേദക വര എന്ന് പറയും, അത് കട്ട് ചെയ്താൽ ഒരേ പൊസിഷനിൽ 2 വരയുടെ, നമ്മുടെ പാരലൽ ലൈൻസിന്റെ 2ന്റെ ഒരേ പൊസിഷനിൽ, മേളില് K, ഇവിടെ K. അപ്പൊ ഈ ഒരേ പൊസിഷനിൽ വരുന്ന ആംഗിൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സമാന കോണുകൾ എന്ന് വിളിക്കും. എന്ന് വിളിക്കും സമാന കോണുകൾ, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ്. കാണുമ്പോൾ തന്നെ അറിയാം, 2 ഒരേ അളവായിരിക്കും. സമാന കോണുകൾ, കറസ്പോണ്ടിങ് ആംഗിൾസ്. ഇത് അറിഞ്ഞൂടാത്തവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സൈഡിലോട്ടൊന്ന് വരച്ചിട്ടോളണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ കറസ്പോണ്ടിങ് ആംഗിൾസ് നിങ്ങൾ 7ാം സ്റ്റാൻഡേർഡ് മുതൽ പഠിക്കുന്നതാണ്. പക്ഷെ അന്ന് നിങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാത്തതുകൊണ്ടാണ് മനസ്സിലിരിക്കാത്തത്. ഇത് സൈഡിലോട്ടൊന്ന് വരച്ചിട്ടേക്കണം. അപ്പോൾ ഇനി ഇതിനകത്ത് ഞാൻ 2 ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. KMI-യും ING-യും ആണ് കൺസിഡർ ചെയ്യുന്നത്. കൺസിഡർ ട്രയാങ്കിൾ KMI ആൻഡ് ING. ഇത് രണ്ടും പരിഗണിച്ചാൽ, മലയാളത്തിലാണെങ്കിൽ ത്രികോണങ്ങളുടെ പേരെഴുതി പരിഗണിച്ചാൽ എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിലാണെങ്കിൽ കൺസിഡർ കൊടുക്കും. ഇനി നമുക്ക് ഇവിടെ ഒരു സൈഡ് x ആണ്, ഇവിടെ ഒരു സൈഡ് x ആണ്. ഏതാണ്? KM എന്ന് പറയുന്ന സൈഡ് x ആണ്, അപ്പുറത്ത് IN എന്ന് പറയുന്ന സൈഡും x ആണ്. അത് നമ്മൾ x എന്ന് കൊടുത്തേക്കാണ്. പിന്നെ അടുത്ത പോയിന്റ് നമുക്ക് ചെയ്യേണ്ട ഈ ആംഗിൾ ഉണ്ടോ, ഈ K ഞാൻ നോട്ട് ചെയ്ത് പഠിപ്പിച്ചില്ലേ, ആ ഭാഗം ഇതിനകത്തും ഉണ്ടല്ലോ. ഉണ്ട്, ഇതുണ്ടോ? ഈ 2 ഭാഗം, ഇത് രണ്ടും സെയിം ആയിരിക്കും അല്ലേ. ഇവിടെ നമുക്ക് സ്മാൾ ലെറ്റർ Z പോലും കൊടുക്കാം. ഇവിടെ എന്തായിരിക്കും? Z ആയിരിക്കും. ഇതിന്റെ പേരെന്ന് പറയാമോ? KIM-ഉം IGL-ഉം.
KIM ആംഗിൾ KIM ഈസ് ഈക്വൽ ടു ഇതോ IGN ആംഗിൾ IGN. ബ്രാക്കറ്റ് റീസൺ കൊടുക്കണേ കറസ്പോണ്ടിങ്. ഇതാണ് കറസ്പോണ്ടിങ് ആംഗിൾസ്. കറസ്പോണ്ടിങ് ആംഗിൾസ് സമാന കോണുകൾ. സമാന കോൺ. ഈ റീസൺ ബ്രാക്കറ്റിൽ കൊടുക്കാം. ഇനി നമുക്ക് രണ്ട് റീസൺ പോരല്ലോ, മൂന്നാമത്തെ റീസൺ കൂടി കൊടുത്താലേ നമുക്ക് കോൺഗ്രുവന്റ് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. മൂന്നാമത് നോക്ക്, ഈ നമ്മൾ വരച്ചേക്കുന്ന വര പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരച്ചേക്കുന്നത്. ഏതൊക്കെ? ഈ M എന്ന വെർട്ടെക്സും N എന്ന വെർട്ടെക്സും കോൺഗ്രുവന്റ് 90 ഡിഗ്രിയാണ്, പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ അതിന്റെ പേര് KMI ആംഗിൾ KMI. അതാ ഇതിനെ തിരുത്തിയല്ലേ ഈ IM മാറ്റിയല്ലേ MI ആക്കി. അപ്പൊ അവിടെ വളർത്തി പോകേണ്ട ഇവിടെ അതുപോലെ അങ്ങ് മാറ്റിയാൽ മതി. ആംഗിൾ ING എന്നങ്ങ് ആക്കിയ പറ്റി. IM ആണ് MI ആയത്. അപ്പൊ GN എന്നുള്ളത് NG ആവും. നോക്കാം. ING ശരിയാണല്ലോ. ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. Therefore triangles are equal. Triangles are equal. ത്രികോണങ്ങൾ തുല്യമാണ്. അപ്പൊ ഇതുപോലെ ബാക്കി എല്ലാ ത്രികോണങ്ങളും എന്താണ്? തുല്യമാണ്. അപ്പൊ ഈ ഇടയ്ക്ക് വരുന്ന ഈ രണ്ട് വരകളുടെ വ്യത്യാസത്തിന് കാണിക്കുന്ന ഈ ഭാഗമുണ്ട്. ഈ IM, ഇവിടുത്തെ GN, ഇവിടുത്തെ EO, ഇവിടുത്തെ CP, ഇതെല്ലാം ഈക്വൽ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് അതെല്ലാം സെയിം ആയിരിക്കും. അതിന് നമുക്കൊരു അക്ഷരം കൊടുക്കാം. X കൊടുത്തു, Y കൊടുത്തിട്ടില്ല. അപ്പോൾ Y എന്ന് പറയുന്നത് ഇവിടെ കൊടുക്കാം, ഇവിടെ കൊടുക്കാം, ഇവിടെ കൊടുക്കാം, ഇവിടെ കൊടുക്കാം. ഏതൊക്കെയാണ് ഈക്വൽ ആവുന്നത്? എല്ലാത്തിലും കുത്തനെ പോകുന്ന ട്രയാങ്കിൾസിന്റെ കുത്തനെ പോകുന്ന ഭാഗം IM, GN, EO, CP ഇതെല്ലാത്തിന്റെ അളവ് എന്ത് തന്നെയായിരിക്കും? Y തന്നെ ആയിരിക്കും. Therefore IM is equal to GN is equal to EO is equal to CP is equal to നമുക്ക് P എന്ന് കൊടുക്കാം. അല്ല P അല്ലല്ലോ, Y എന്ന് കൊടുക്കാൻ പറ്റും. ഇതെല്ലാം ഒരേ അളവാണ്. നമ്മൾ രണ്ട് ത്രികോണയെ കൺസിഡർ ചെയ്തോളൂ. അതിനകത്ത് രണ്ടെണ്ണം Y എന്ന് തെളിയിച്ചു കഴിഞ്ഞു, രണ്ടെണ്ണം തുല്യമാണെന്ന് തെളിയിച്ചു. അതുപോലെ ബാക്കിയുള്ളവരെല്ലാം അതേ അളവായിരിക്കും. അതെല്ലാം നമ്മൾ Y എന്ന് കൊടുക്കുകയാണ്. ഇനി നോക്ക്, ഈ എഴുതിയേക്കുന്ന ഭാഗമല്ല ഈ ഓരോ വരയുടെയും ഗ്യാപ്പ് വരുന്ന ഭാഗം. ഒരു വരയേക്കാൾ മറ്റേ വരയിലേക്ക് വരുന്ന വ്യത്യാസം ഈ Y എന്ന് പറയുന്ന ഭാഗമല്ലയോ? അപ്പൊ അതെല്ലാത്തിനും ഈക്വൽ ആയിട്ടല്ലേ വന്നേക്കുന്നത്. അതുകൊണ്ട് ഈ കുത്തനെയുള്ള വരകളെല്ലാം എന്താണെന്ന് പറയാം? അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാൻ പറ്റും. Therefore the length of perpendicular lines are arithmetic sequence. Therefore the length of perpendicular lines are arithmetic sequence. കുത്തനെയുള്ള വരകളുടെ നീളങ്ങൾ സമാന്തര ശ്രേണിയിലാണെന്ന് എടുത്തെഴുതിക്കൊള്ളണം. എന്താ കാര്യം? ഈ ഗ്യാപ്പിൽ വരുന്ന സംഖ്യകൾ IM എന്ന ഗ്യാപ്പും GN എന്ന ഗ്യാപ്പും EO എന്ന ഗ്യാപ്പും CP എന്ന ഗ്യാപ്പും ഇതെല്ലാം ഏതക്ഷരത്തിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്? കോമൺ ആയി നമ്മൾ കൊടുത്ത ലെറ്റർ Y ആണ്. എല്ലാം സെയിം ആണെന്ന് നമുക്ക് ഈക്വൽ ട്രയാങ്കിൾ വെച്ച്, തുല്യമായ ത്രികോണങ്ങൾ വെച്ച് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. രണ്ട് വരകളുടെ വ്യത്യാസങ്ങൾ തുല്യമായി വരുന്നതുകൊണ്ട് ഈ വരകളെല്ലാം എന്താണെന്ന് പറയാം? സമാന്തര ശ്രേണിയിലാണെന്ന് പറയാം. അപ്പൊ അത് ലാസ്റ്റ് എടുത്ത് നമ്മൾ എഴുതണം. Therefore these lines എന്നിട്ടാലും മതി, ചോദിച്ചിട്ടുണ്ടല്ലോ. These lines are AP. ഈ വരകൾ സമാന്തര ശ്രേണിയിലാണ്. സമാന്തര ശ്രേണിയിലാണ്. ഇതാണ് അതിൻ്റെ ആൻസർ. ഈ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ പേജ് നമ്പർ 19 ക്വസ്റ്റ്യൻ നമ്പർ 5 കിടക്കുന്നത്. പേജ് നമ്പർ 18 നാലാമത്തെ ക്വസ്റ്റ്യൻ കിടക്കുന്നത്. അതുകൂടെ ഒന്ന് ചെയ്യും. ഇത് എഴുതിയെടുത്തോണേ. പേജ് നമ്പർ 18 നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇതൊരു പടിയാണ്. ആദ്യം ഒരു പടി, പിന്നെ ഇച്ചിരി വലിയൊരു പടി, പിന്നെ ഇച്ചിരി വലിയൊരു പടി, ഇങ്ങനെ കുറേ പടികളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ആദ്യത്തെ പടിയിൽ ഉയരം 10 മീറ്ററാണ്. പിന്നെ ഉയരുന്ന എല്ലാം 17.5 ആദ്യം ചെറുതായിട്ടേ വരുന്നുള്ളേ. ആദ്യത്തെ ഉയരം ചെറുതാ, പിന്നെ അങ്ങോട്ട് വലിയ ഉയരമാണ്. ഇവിടെ 10 മീറ്റർ, പിന്നെ 17.5, 17.5, 17.5. ഹൈറ്റ് ഓഫ് ആൻസർ ആണ് പറയുന്നത്. ഹൈറ്റ് ഓഫ്
ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്നാം പടിയുടെ ഉയരം എന്നാണ് മലയാളത്തിൽ നമ്മൾ പറയുന്നത്. സമം 10 മീറ്റർ. അടുത്ത ഹൈറ്റ് ഓഫ് സെക്കൻഡ് സ്റ്റെപ്പ്, രണ്ടാം പടിയുടെ ഉയരം. 10നോട് ആരെ കൂട്ടും? 17.5 കൂട്ടും. 10 പ്ലസ് 17.5 എത്ര വരും? 27.5. അടുത്ത മൂന്നാം പടി, ഹൈറ്റ് ഓഫ് തേർഡ് സ്റ്റെപ്പ്, മൂന്നാം പടി. ഇതിൻ്റെ കൂടെ വീണ്ടും ആരെ ആഡ് ചെയ്യും? 27.5നോട് വീണ്ടും 17.5 ആഡ് ചെയ്യും. അപ്പോൾ എത്രയാവും? 0.5 0.5 10, 7 7 14 1 15 45. അങ്ങനെ എത്ര സ്റ്റെപ്പുകളുണ്ട്? ഇങ്ങനെ ബാക്കിയുള്ള എല്ലാം നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഓരോന്നും കൂട്ടി കൂട്ടിയല്ലേ എഴുതുന്നത്. ഒരു സ്റ്റെപ്പിൻ്റെ കൂടെ 17.5 കൂട്ടി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം, വീണ്ടും 17.5 കൂട്ടി അടുത്തതിലേക്ക് പോവാം. അങ്ങനെ അത് നിങ്ങൾ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. എല്ലാത്തിലും 17.5 കൂട്ടി ഹൈറ്റ് ഓഫ് ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്, ഫോർത്ത് സ്റ്റെപ്പ്, ഫിഫ്ത്ത് സ്റ്റെപ്പ് എല്ലാം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് ആ സീക്വൻസ്, അതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സീക്വൻസ് ആയിട്ട് എഴുതാനുള്ളതാണ്. അപ്പോൾ അവിടെ 10 എഴുതി, കോമ ഇട്ട്, അടുത്ത സ്റ്റെപ്പിൽ ആൻസർ എത്ര? 27.5 എഴുതി, അടുത്ത സ്റ്റെപ്പിൽ ആൻസർ എത്ര? 45 എക്സെട്ര. ഇങ്ങനെ ഇത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. കാരണം നമ്മൾ 17.5 എന്ന് പറയുന്ന ഒരേ സംഖ്യ തന്നെയാണ് കൂട്ടി എഴുതുക. അതുകൊണ്ട് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത പേജ് നമ്പർ 19 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ, 19ാമത്തെ പേജ്, ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. xn is equal to n cube minus rn square plus 13n minus 8. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സ് എൻ എന്ന് പറഞ്ഞാൽ എൻ കൊടുത്തു വെച്ചേക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിന് എക്സ് 1 ആകുമ്പോൾ 1 കൊടുക്കും, എക്സ് 2 ആകുമ്പോൾ 2 കൊടുക്കും, എക്സ് 3 ആകുമ്പോൾ 3 കൊടുക്കും. നോക്കാം, എക്സ് 1 ആദ്യം കണ്ടുപിടിക്കാം. 1ന്റെ ക്യൂബ് 6 ഗുണം 1ന്റെ സ്ക്വയർ പ്ലസ് 13 × 1 മൈനസ് 1ന്റെ ക്യൂബ് എത്ര? 1 ഗുണം 1 ഗുണം 1 1 മൈനസ് 6 × 1ന്റെ സ്ക്വയർ 1 തന്നെ. 13 × 1 13 മൈനസ് 1 മൈനസ് 6 പ്ലസ് 13 മൈനസ് 7. ഇനി നിങ്ങൾ ഒരുമിച്ച് ക്രിയ ചെയ്യേണ്ട. ആദ്യം പോസിറ്റീവ് ഉള്ള എല്ലാം കൂടെ കൂട്ടുക. പോസിറ്റീവ് ഇങ്ങനെ നിരന്ന് വന്നാൽ നിങ്ങൾ ആദ്യം പോസിറ്റീവ് ഉള്ള എല്ലാം കൂടെ കൂട്ടുക. പോസിറ്റീവ് ആരൊക്കെ ഉണ്ട്? 13 ഉണ്ട്, 1 ഉണ്ട്. കൂട്ടുമ്പം 14 എന്ന് കിട്ടും. ഇനി നെഗറ്റീവ് ഉള്ള ആരൊക്കെ ഉണ്ട്? 7 ഉണ്ട്, 6 ഉണ്ട്. അത് കൂട്ടുമ്പം നെഗറ്റീവ് 13 എന്ന് കിട്ടും. കുറയ്ക്കുമ്പോൾ ആൻസർ 1 എന്ന് കിട്ടും. ഇതുപോലെ അടുത്ത് എക്സ് 2 കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം 2ന്റെ ക്യൂബ് മൈനസ് 6 × 2ന്റെ സ്ക്വയർ പ്ലസ് 13 × 2 മൈനസ് 7. 2ന്റെ ക്യൂബ് 2 ഗുണം 2 ഗുണം 2 അല്ലേ? അപ്പോൾ 8 എന്ന് കിട്ടും. 6 × 2ന്റെ സ്ക്വയർ 4 എന്ന് കിട്ടും. 13 ഗുണം 2 26 മൈനസ് 7. ഒന്നും കൂടെ ഗുണിക്കേണ്ടല്ലോ. അപ്പോൾ 8 മൈനസ് 24 പ്ലസ് 26 മൈനസ് 7. പ്രത്യേകം ശ്രദ്ധിക്കണം, ക്രിയ എല്ലാം കഴിഞ്ഞ് പ്ലസും മൈനസും മാത്രം വന്നതിന് ശേഷം മാത്രമേ ലാസ്റ്റ് ക്രിയയിലേക്ക് നമുക്ക് പോകാൻ പറ്റൂ. ലാസ്റ്റ് ക്രിയ എന്താ? പോസിറ്റീവ് ഉള്ള കൂട്ടുക. പോസിറ്റീവ് ആരൊക്കെ ഉണ്ട്? 26 8 26 8 34. നെഗറ്റീവ് 24 7 31. കുറയ്ക്കുമ്പോൾ 3. അപ്പോൾ അതും കിട്ടി. ഇനി x3യിലേക്ക് പോകും. x3യിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ എങ്ങനെ എഴുതാം? 3ന്റെ ക്യൂബ് മൈനസ് 6 × 3ന്റെ സ്ക്വയർ പ്ലസ് 13 × 3 മൈനസ് 3ന്റെ ക്യൂബ് 3നെ 3 പ്രാവശ്യം ഗുണിക്കുമ്പോൾ 27. 6 ഗുണം 3ന്റെ സ്ക്വയർ 9. 3 ഗുണം 13 39. പിന്നെ ലാസ്റ്റ് മൈനസ് 7. ഒരു ഗുണനം കിടപ്പുണ്ട്. 27 മൈനസ് 54 പ്ലസ് 39 മൈനസ് 7. പോസിറ്റീവ് ഉള്ള മാത്രം ആദ്യം കൂട്ടിയാൽ മതിയല്ലോ. 39 20 59 7
59 7 66 മൈനസ് 54 7 61 കുറയ്ക്കുമ്പം 5. അപ്പോൾ സീക്വൻസ് കിട്ടി എങ്ങനെ? ഒന്നാമത്തെ ടൈം 1, അടുത്ത 3, അടുത്ത 5. അപ്പോൾ സീക്വൻസ് 1 3 5. 1 3 5 എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ അല്ലേ? ഓഡ് നമ്പേഴ്സ് എല്ലാം AP ആണ്. Therefore AP. കാണുമ്പോൾ തന്നെ അറിയാലോ 1 3 5 എന്ന് പറഞ്ഞാൽ 2 വീതം കൂടി പോകും. അതുകൊണ്ട് അത് AP ആണ്. മനസ്സിലായല്ലോ? ഇതാണ് ആ പേജിലെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത്രയും ഭാഗം നമ്മൾ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. 5 8 11 എന്ന് പറയുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ്. അതിൻ്റെ D നമുക്കറിയാം. 8ൽ നിന്ന് 5 കുറച്ചാൽ 3 കിട്ടും അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ടേംസിനെ എല്ലാം D കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരേ ഉത്തരമാണോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് 5/3 അതായത് ടേമിനെ D കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ടേമിനെ D കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 5/3 എത്ര വരും? ഓപ്ഷൻ അല്ല, റിമൈൻഡർ. സിസ്റ്റം മാത്രം മതി. റിമൈൻഡർ ഈസ് ഈക്വൽ ടു 2 അല്ലേ? അതുപോലെ 8/3 എത്ര വരും? ഈ 2 3 6. ബാക്കി റിമൈൻഡർ 2 വരും അല്ലേ? അവിടെ റിമൈൻഡർ ഈസ് ഈക്വൽ ടു 2. 11/3 3 9. ബാലൻസ് 2. അപ്പോൾ അവിടെയും റിമൈൻഡർ എന്ന് പറയുന്നത് 2. അപ്പോൾ എല്ലാ ഭാഗത്തും റിമൈൻഡർ സെയിം ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഇൻ ആൻ അരിത്തമെറ്റിക് സീക്വൻസ് all terms divided by common difference remainders are equal. In an arithmetic sequence all terms divided by common difference remainders are equal. ഇതിൽ കോമൺ ഡിഫറൻസ് കൊണ്ട് ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ പദങ്ങളെ ഭാഗിച്ചാൽ ഒരേ ശിഷ്ടമായിരിക്കും കിട്ടുന്നത്. ആ പോയിന്റ് ഒന്ന് പറയാം, അതൊന്ന് എഴുതിയെടുക്കാം. അതായത് എക്സാമ്പിളാണ് ഈ കാണിച്ചത്. all terms divided by common difference then the remainders are equal. എല്ലാ പദങ്ങളെയും പൊതുവ്യത്യാസം കൊണ്ട് ഭാഗിച്ചാൽ ഒരേ ശിഷ്ടമായിരിക്കും കിട്ടുന്നു. ഇത് എഴുതിയെടുക്കണം. all terms divided by common difference then the remainders are equal. എല്ലാ പദങ്ങളെയും പൊതുവ്യത്യാസം കൊണ്ട് ഭാഗിച്ചാൽ ഒരേ ശിഷ്ടമായിരിക്കും. ഇത് നിങ്ങൾ എഴുതിയെടുക്കണം. ഇനി ഇത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സംഖ്യ തന്നിട്ട് അതൊരു അരിത്തമെറ്റിക് സീക്വൻസിലെ ടേം ആണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി നമുക്ക് ഈ നിയമം ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ പഠിച്ച എക്സാമ്പിൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കാം. ഇപ്പൊ നമ്മൾ പഠിച്ച എക്സാമ്പിൾ 5 8 11 ഇതിൽ 112 പദമാണോ? ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാം? പദമാണ്. ഇത് നമുക്ക് ഒരുപാട് രീതി ചെയ്യാൻ പറ്റും. ഒന്ന് നമ്മളിപ്പോ പഠിച്ച മെത്തേഡ്. ആദ്യം ടേമിലായിട്ട് ഒരു പദത്തിന് നമ്മൾ D ഉണ്ട്. ആദ്യം D എന്ന് കണ്ടുപിടിക്കുക. D ഈസ് ഈക്വൽ ടു 8 മൈനസ് 5 സമം 3. ഇനി ഇതിനകത്തുള്ളൊരു ടേമിനെ D കൊണ്ട് ഭാഗിക്കാം. 5 എന്ന് പറയുന്ന ടേം D വലുതാണല്ലോ. അപ്പോൾ 5നെ നമുക്ക് 3 കൊണ്ട് ഭാഗിക്കാം. 5/3. 5/3 എടുക്കുമ്പോൾ റിമൈൻഡർ എത്ര വരും? റിമൈൻഡർ ഈസ് ഈക്വൽ ടു 2. അപ്പം 112നെയും 3 കൊണ്ട് ഭാഗിക്കുമ്പോൾ 2 എന്ന റിമൈൻഡർ തന്നെയാണ് വരുന്നതെങ്കിൽ ഈ സീക്വൻസ് വരും. 112നെയും കോമൺ ഡിഫറൻസ് ആയ 3 കൊണ്ട് ഭാഗിക്കുമ്പോൾ 2 എന്ന റിമൈൻഡർ സിസ്റ്റം തന്നെയാണ് വരുന്നതെങ്കിൽ ഈ സീക്വൻസ് വരും. റിമൈൻഡറിന്റെ മറ്റൊരു വാക്ക് എന്താണ്? സിസ്റ്റം.
12 ഭാഗം 3 നോക്കാം. 112 ഭാഗം 3 3 9 ബാലൻസ് 2 വീണ്ടും 2 താത്തുണ്ട്. 7 3 21 ബാലൻസ് 1. അപ്പോൾ സിസ്റ്റം എത്ര കിട്ടി? റിമൈൻഡർ എത്ര കിട്ടി? റിമൈൻഡർ അല്ലെങ്കിൽ സിസ്റ്റം എത്ര കിട്ടി? 1 എന്നാണ് നമുക്ക് കിട്ടിയത് അല്ലേ? അപ്പോൾ റിമൈൻഡേഴ്സ് സെയിം ആണോ? ഇവിടെ റിമൈൻഡർ നമുക്ക് യഥാർത്ഥത്തിൽ വരുന്ന റിമൈൻഡർ 2 ആണ്, പക്ഷെ ഇവിടെ വന്ന റിമൈൻഡർ 1 ആണ്. Therefore റിമൈൻഡേഴ്സ് നോട്ട് ഈക്വൽ. സിസ്റ്റം തുല്യമല്ല. Therefore 112 is not a T. ഇങ്ങനെ നമുക്ക് ഈ കണക്ക് ഇപ്പോൾ ഒരു സീക്വൻസിൽ ഒരു സംഖ്യ തന്നിട്ട് അത് ടേമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്രകാരം അത് പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് നമുക്കതിനെ കണ്ടുപിടിക്കാൻ പറ്റും. വേറെ ധാരാളം മെത്തേഡുണ്ട്. ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. വേറൊരു മെത്തേഡ് ഇങ്ങനെ എടുക്കാം. ഇതൊരു മെത്തേഡ്, ഇത് എഴുതിയെടുത്തോളൂ. ഈ മെത്തേഡ് നമ്മൾ എഴുതിയെടുത്തോളൂ. ഇനി ഇങ്ങനത്തെ കുറച്ച് കണക്കുകൾ ചെയ്യാൻ പോവുകയാണ്. വേറൊരു മെത്തേഡ് തന്നെ പറയാം. വേറൊരു മെത്തേഡ്, മറ്റൊരു മെത്തേഡിൽ നമുക്കിതിനെ പറയുകയാണെങ്കിൽ ഈ 112 എന്ന് പറയുന്ന സംഖ്യയും ഇതിനകത്തുള്ളൊരു സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം, രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്തായാലും കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. സീക്വൻസിൽ വരുന്ന ഒരു ടേമിൻ്റെയും നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ടേമിൻ്റെയും വ്യത്യാസം എപ്പോഴും പൊതുവ്യത്യാസത്തിന്റെ മൾട്ടിപ്പിൾസ്, കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ അത് പ്രകാരം 112 നിന്ന് ഒന്നാമത്തെ ടേമായ 5 അങ്ങോട്ട് കുറയ്ക്കുന്നു. 112 മൈനസ് 5 എത്ര വരും? 107 വരും. ഈ 107നെ കോമൺ ഡിഫറൻസ് കൊണ്ട് നോക്കാം മൾട്ടിപ്പിൾ ആണോ എന്ന്. 107 ഭാഗം 3. ആദ്യം ഡി കണ്ടുപിടിക്കണം. 8 മൈനസ് 5 3 ആണ്. 107നെ നമ്മൾ 3 കൊണ്ട് ഭാഗിച്ച് നോക്കണം. 107 ഭാഗം 3 പൂർണ്ണമായിട്ട് പറ്റുമെന്നല്ലേ? 1 3 3 23 6 3 9 ബാലൻസ് 1 7 I3 15 റിമൈൻഡർ 2 അല്ലേ? 7 ഭാഗം 3 റിമൈൻഡർ 0 വന്നാലല്ലേ മൾട്ടിപ്പിൾ ആവും. റിമൈൻഡർ ഈസ് നോട്ട് 0. Therefore 107 is not a multiple of common difference. Therefore not a type. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാം. കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണ് രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമായിട്ട് എപ്പോഴും അരിത്തമെറ്റിക് സീക്വൻസി വരുന്നത്. അങ്ങനെ മൾട്ടിപ്പിൾസ് അല്ലാത്ത പക്ഷം എന്താ, അത് അതിനകത്തുള്ള ആ 112 എന്ന് പറയുന്ന സംഖ്യ അതിനകത്തുള്ള ടേം ആയിട്ട് വരത്തില്ല. 112 ഒരു ടേം മൈനസ് ചെയ്തപ്പോൾ 107 കിട്ടി. 107 എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് തന്നെ 112 ഈ സീക്വൻസിലെ ടേം അല്ല. ഈ മെത്തേഡിൽ നമുക്ക് അതിന് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് മെത്തേഡുകളിൽ ഒരു സീക്വൻസിൽ ഒരു സംഖ്യ ടേമാണോ എന്ന് നമുക്ക് പരിശോധിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കുറച്ച് കണക്കുകൾ ചെയ്യാം. ഇപ്പോൾ 7, 11, 15 125 is the term of AP. ഇതാണ് ചോദ്യം. 125 is the term of AP 7, 11, 15 etc. 7, 11, 15 എന്ന APയിൽ 125 പദമാണോ? 125 പദമാണോ? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ആണല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് ഡി കണ്ടുപിടിക്കാം. ഡി ഈസ് ഈക്വൽ ടു 11 മൈനസ് 7 ഈസ് ഈക്വൽ ടു 4. ഇനി ടേമിന് ഡി ഉണ്ട്, ആദ്യം ഭാഗം. ടേം ഏതാ? 7 അല്ലേ? 7 ഭാഗം 4. ഇപ്പൊ 7 എന്ന് പറയുന്ന സംഖ്യ 4-നെക്കാട്ടിയും ചെറുതായിരുന്നെങ്കിൽ നമ്മൾ 11 എടുത്ത് വായിച്ചു നോക്കിയാലും മതി. ആദ്യത്തെ ടൈം ഡിയെക്കാട്ടിയും ചെറുതാണെങ്കിൽ രണ്ടാമത്തെ ടൈം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും മതി. ഇവിടെ നമുക്ക് കുഴപ്പമില്ല. 7 ഭാഗം 4 ഒരു 4 റിമൈൻഡർ
റിമൈൻഡർ അല്ലെങ്കിൽ സിസ്റ്റം എത്ര വരും? 3 നമുക്ക് വരുന്നത്. ഇനി അടുത്ത ഏതിനെ നോക്കണം? 125 നോക്കണം. 125 ഭാഗം 4 നോക്കണം. അപ്പോൾ അതേ റിമൈൻഡർ ആണ് വരുന്നെങ്കിൽ ടൈം ആണ്, അല്ലെങ്കിൽ ടൈം അല്ല. സിമ്പിൾ പരിപാടിയാണ്. 125 ഭാഗം 4 3 12 അല്ലെങ്കിൽ 30 × 4 120, ബാലൻസ് 5. അപ്പോൾ എത്ര വന്ന സിസ്റ്റം? സെയിം അല്ലല്ലോ വന്ന റിമൈൻഡർ അല്ലെങ്കിൽ സിസ്റ്റം ഈസ് ഈക്വൽ ടു 5. അപ്പോൾ അവിടെ എന്ത് എഴുതാൻ പറ്റും? റിമൈൻഡേഴ്സ് ഈസ് നോട്ട് ഈക്വൽ. Reminders is not equal. Therefore, 125 is not a 10. Is not a 125 is not a 10. അതേയുള്ള അതിൻ്റെ ആക്ട്. ഇങ്ങനെയാണ് നമ്മൾ കണക്ക് ചെയ്യുന്നത്. ഇനി പുസ്തകത്തിലുള്ള 1-2 ക്വസ്റ്റ്യൻ ഉണ്ട്, അതോടെ ഇതേ പ്രകാരമുള്ള ക്വസ്റ്റ്യനാണ് അത് ചെയ്യുന്നത്. വരും വഴിയെ ചെയ്യാം. കുറച്ച് ഭാഗം പഠിച്ചിട്ട് അതേ പുസ്തകത്തിലെ ക്വസ്റ്റ്യൻ ചെയ്യും.